ഉമ്മനെ എവിടെ കൊണ്ടേ കടത്തിയിരിക്കണത്? അസ്സലാമലൈക്കും പ്രിയമുള്ളവരെ, ഇത് ഏർവാടി പോലെയുള്ള ജാറ കേന്ദ്രങ്ങളിൽ സാധാരണ കാണുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ വീണുരുളുകയും അതുപോലെ തലകുത്തി മറിയുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം. അതില് വേറൊരാള് ഒരു മാജിക് മാലുവിന്റെ ഒരു വടിയും പിടിച്ചിട്ട് നെഞ്ഞത്ത് കുത്തിയിട്ടും വയറ്റത്ത് കുത്തിയിട്ടും വയറ്റിൽ തോണ്ടിയിട്ടും ഒരാൾ നിൽക്കുന്നുണ്ട്. ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് കർണാടകയിൽ നിന്നൊരു സഹോദരനാണ്. ആ സഹോദരന്റെ വാക്കുകൾ കേൾക്കാം. അതിനു മുമ്പ് ഈ മനുഷ്യൻ, ഈ വടിയും കൊണ്ട് കുത്തുന്ന മാജിക് മാലു ഉണ്ടല്ലോ, അയാള് അബ്ദുൽ നാസർ മഅദനിയുടെ അടുത്ത് പോയതും അതുപോലെ മറ്റു ചില യുവാക്കളുമായിട്ട് നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കാണാം. ഇതാ യുവാക്കളുമായിട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ നടത്തുന്ന ആളാണ്. ചിലപ്പോൾ വല്ല നേർച്ചയുടെയും ഭാഗമായിട്ടായിരിക്കാം. ഇതൊരു പാട്ടൊക്കെ ഉള്ളൊരു റീലാണ്. ആ പാട്ടൻ്റെ ഒഴിവാക്കിയതാണ്. ചോറും കിറ്റാണ്. മദനുസ്താദിന് വെള്ളം ഊതി കൊടുക്കുകയാണ്. ഹിജാദി ജായിലൊക്കെ ഊതി കൊടുത്ത വെള്ളം കുടിച്ചുകൊണ്ടാണ് മദനുസ്താദ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കർണാടകയിൽ നിന്ന് വന്നിട്ട് വീണ്ടും ചില അബദ്ധങ്ങളിലേക്ക് പോയത്. മഅദനി ഉസ്താദിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങള് അദ്ദേഹം പുറത്തു വരണം, അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി വീഡിയോകള് മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലില് അതിൽ എവർഗ്രീൻ ആയിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം വ്യൂവേഴ്സ് ഉള്ള വീഡിയോകളുണ്ട്. അദ്ദേഹം നാട്ടിൽ വന്നിട്ട് എന്താണ് അദ്ദേഹത്തിന് പറ്റിപ്പോയതെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇജാതി ജായിലിങ്ങളൊക്കെ ഊതിക്കൊടുത്ത മിനറൽ വാട്ടർ കുടിച്ചാ പിന്നെ പേച്ചു പോകൂലേ ഇല്ലേ? ഇതുപോലെയുള്ള ആളുകള്. ഇനി നമുക്ക് ആ സഹോദരന്റെ വോയിസ് ഒന്ന് കേൾപ്പിക്കാം. അദ്ദേഹത്തിന്റെ പേരോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അസ്സലാമലൈക്കും. മൻസൂർ ഭായ് മണ്ണാർക്കാട്. ഇത് ഇവിടുന്ന് പുത്തൂർ മംഗലാപുരം പുത്തൂർ സൈഡാണ്. മംഗലാപുരം. ഇങ്ങനത്തെ ഉള്ള ഒരു അനാചാരമൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വൈരലാക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾ പറഞ്ഞാലേ മനുഷ്യർക്ക് ഇതിന്റെ ബുദ്ധി വിവരം വരുള്ളൂ. ഇതൊന്നും നിങ്ങൾ ഇന്ന് ലൈവായിട്ടൊന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ളൊരു സംഭവം വരാൻ പാടില്ല. ഇത് ഭയങ്കര വിഷമാണ് ഇങ്ങനെ കാണുമ്പോൾ. നോക്കി ഇത് വെറുതെ ഇല്ലെങ്കിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന അവസ്ഥ നോക്കി. നമ്മക്ക് അറിയുന്ന ആളന്നെ, മനസ്സിലായില്ലേ? നമ്മൾക്കിത് അറിയുന്ന ആളന്നെ. അങ്ങനെ എന്നോട് കുറെ ആൾക്കാരായി പറഞ്ഞു, ഒന്ന് നിങ്ങൾക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന, ഞാൻ എന്നും ലൈവ് നോക്കുന്നുണ്ട് മൻസൂർ ഭായി. അയാളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കും. അയാൾ ഇതിന് വേണ്ട മറുപടി കൊടുക്കട്ടെ എന്ന്. ഓക്കെ മൻസൂർ ഭായി, ഒന്ന് ലൈവായിട്ടൊന്ന് ഇങ്ങനത്തെ ആളൊന്ന് ഒഴിവായിട്ടൊന്ന് പോട്ടെ എങ്ങോട്ടെങ്കിലും. നാടിന്ന് ഇറങ്ങിട്ടെന്ന് പോണത് ഇങ്ങനത്തെ ആൾക്കാർ. വെറുതെ ഇല്ലെങ്കിലും മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് ഇങ്ങനെ ആക്കാം. അള്ളാഹു തവക്കൽത്തു അലല്ലാഹ്. ഇതൊക്കെ പടച്ചോൻ വിടൂല കേട്ടാ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണോ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ? മൻസൂർ മണ്ണാർക്കാട് മാത്രം ഉള്ളൂ. ഒന്ന് കൊടുക്കി. ശരി, അസ്സലാമു അലൈക്കും. മൻസൂർ മണ്ണാർക്കാട് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു സംസാരം തെറ്റാണ്. ഞാൻ ഇതിൽ ഏറ്റവും ചെറിയ അല്ലേ, ഒരു ഏറ്റവും ലോ ലെവലിലുള്ള ആളാണ്. നല്ല രീതിയിൽ മറുപടിയും ഇതിന്റെ മറ്റു ഇസ്ലാമിക വീക്ഷണമൊക്കെ പറയുന്ന നിരവധി പണ്ഡിതന്മാർ നമുക്കിടയിലുണ്ട്. അപ്പോ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് എന്റെ ശൈലിയിൽ പറയും എന്നുള്ളതാണ്. ഇതുപോലെയുള്ള പിശാചുക്കള്, ഇതുപോലെയുള്ള ജാഹിലീങ്ങളായ ആളുകളെ വിളിച്ചുകൊണ്ട് അവര് എന്തെങ്കിലും ചൊല്ലിപ്പറയും. അതിന്റെ ഭാഗമായിക്കൊണ്ട് കടന്നുരുളുകയും തലകുത്തി മറിയുകയും ചെയ്യുമ്പോ അതിന് വടിയും കൊണ്ട് ഈ ബിരിയാണി ഇളക്കണമാതിരി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറി വെക്കുമ്പോ ഉള്ളി വാട്ടാനൊക്കെ ഇങ്ങനെ ഇളക്കുമല്ലോ, ചട്ടോട്ടിട്ട് ഇങ്ങനെ ഇളക്കുമല്ലോ, അതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇളക്കാൻ നടക്കുന്ന ഇതുപോലെയുള്ള ആളുകളൊക്കെ, ഇവരൊക്കെ സമ്പത്ത് മാത്രം മോഹിച്ചുകൊണ്ട് ഇവരുടെ ഈ ദുനിയാവിലെ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ് ഇതിനൊക്കെ മുന്നിട്ടിറങ്ങാറുള്ളത്. നമ്മളെപ്പോലെയുള്ള ആളുകള് ഇത് പറയാറുണ്ട്. ഇനി ഈ ഒരു സംഭവം അത് മുഴുവൻ അഭിനയമാണ് എന്നൊന്നുമില്ല. അതില് ചില കാര്യങ്ങളുണ്ട്.
ചില ആളുകള് അവര് ചെറുപ്പം മുതലേ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും അവരുടെ ബോധ മനസ്സിന്റെ അപ്പുറം ഉപബോധ മനസ്സിന്റെ ഒക്കെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ഇതുപോലെയുള്ള ഈ പിഴച്ച വിശ്വാസം അത് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ ബോധമനസ്സ് ചെയ്യുന്നതല്ല. പിന്നീട് ഈ ശൈത്താനിയത്തിന്റെ ഭാഗമായിക്കൊണ്ട് എന്നൊക്കെയാണ് ചില ആളുകൾ പറയാറുള്ളത്. അത് ശാസ്ത്രീയമായിട്ട് അതിന്റെ മറ്റു വിഷയങ്ങളിലേക്കും പോകുന്നില്ല. ഈ ആളുകള് അവരുടെ ബോധമനസ്സിനപ്പുറത്ത് ഉപബോധ മനസ്സ് അപബോധ മനസ്സ് എന്നൊക്കെ പറയുന്ന കുറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകള് അവര് അബോധാവസ്ഥയിലേക്ക് എത്തുകയും എന്നാൽ അവർ ചിലത് ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അത് ഷെയ്ത്താന്റെ ഭാഗമായിട്ടൊന്നുമല്ല. ഇതുപോലെയുള്ള ഒരു ഷെയ്ത്താനെ നിന്റെ മേത്തുക്ക് കയറ്റാൻ കഴിയോ? അവിടെ ആ വടിയും കൊണ്ട് ഇങ്ങനെ ബിരിയാണി ഇളക്കി കൊണ്ട് കിടക്കണേ, വയറ്റത്ത് ബിരിയാണി ഇളക്കുന്ന ആളുണ്ടല്ലോ, ആ ആളല്ല അതുപോലത്തെ 1000 ആളുകൾ വന്നോട്ടെ, ഒരു ഷെയ്ത്താൻ എന്റെ മേത്തുക്ക് കയറ്റാൻ കഴിയോ? കഴിയൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിൽ ദുർബോധനം ചെയ്യുക എന്ന ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ മേൽ അവന് സുൽത്താനിയത്തില്ല. അവന് നമ്മളെ കൊണ്ട് കുണ്ടമറിയിപ്പിക്കാനും തലകുത്തി കുഞ്ഞിരാമനാക്കാനൊന്നും പറ്റൂല. പിന്നെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ഇതുപോലെയുള്ള പിഴച്ച വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതുപോലെ പിത്തം പിടിച്ച വിശ്വാസങ്ങൾ, അതുപോലെ ക്യാൻസർ പിടിച്ച മാരകമായ കുഷ്ഠം പിടിച്ച വിശ്വാസ മനസ്സുമായിട്ട് നടക്കുന്ന ആളുകള് ഇതുപോലെ ഇളകുകയും പറയുകയും ചാടുകയും ഉരുളുകയൊക്കെ ചെയ്യും. പിന്നെ ഷെയ്ത്താന്റെ ബുദ്ധിമുട്ട് അത് മനസ്സിലാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. ഷെയ്ത്താന് നമ്മളെ എന്താണ് ചെയ്യാൻ കഴിയുക? ഷെയ്ത്താനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പല അവസരങ്ങളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജിന്ന് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്നാൽ ആ ജിന്നിനെ നമുക്ക് നേരിട്ട് ഒരിടപാടിനും അള്ളാഹു വിട്ടു തന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ജിന്നുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ജിന്നുകളെ കാണാനോ ഒക്കെ കഴിയില്ലേ എന്നുള്ളത് അത് ഹദീസുകളിൽ വ്യക്തമാണ്. റസൂലുള്ള അള്ളാഹുവിന്റെ ഹബീബാണ്. മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ടും റിസാലത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ മനുഷ്യർക്ക് ജിന്നുകളെ ജിന്നുകളുടെ രൂപത്തിൽ കാണാൻ കഴിയില്ല. പിന്നെ സുലൈമാൻ നബിക്ക് ജിന്നുകൾ അധീനപ്പെടുത്തിയില്ലേ? ഒരു നബിയാണ്. റിസാലത്തിന്റെ ഭാഗമായിക്കൊണ്ടോ മുഅ്ജിസത്തിന്റെ ഭാഗമായിക്കൊണ്ടോ ഒക്കെ പല കാര്യങ്ങൾ അവർക്ക് അള്ളാഹു നടത്തി കൊടുക്കും. അതൊന്നും ഇവിടെയുള്ള ഈ ടാവട്ടം എന്ന് പറയുന്ന കേരളത്തിന്റെ അതിന്റെയും ഒരു ഏതെങ്കിലും ഒരു മൂല, ആ മൂലയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കാക്ക ഒരു പറയണ നല്ല ജിന്ന്, മുസ്ലിം ജിന്ന്, മോമിൻ ജിന്ന്, മൊമിനാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം നമ്മുടെ കരീന് മൊമിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹറാമും ചെയ്തിട്ട് ചെറ്റത്തരം ചെയ്തും കൊണ്ട് നടന്നിട്ട് നമ്മള് പിന്നെ മൊമിൻ ജിന്നിനെ തെരഞ്ഞും കൊണ്ട് നടന്നാൽ കിട്ടൂല. ജിന്നിനെ മൊമിനാക്കണമെങ്കിലൊക്കെ നമ്മൾ ആദ്യം മൊമിനാകണം. നമ്മള് ആ ജിന്നിനെ അതിന്റെ വരുതിയിൽ നിന്ന് നമ്മളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന, ഹറാമിലേക്ക് പ്രേരിപ്പിക്കുന്ന, ഷിർക്കിലേക്ക് വഴി നടത്തുന്ന, നമ്മുടെ ഉള്ളിൽ നിന്ന് തള്ളുന്ന ആ ഒരു ശക്തിയെ അതിനെ ജയിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു ദുർബോധനമോ അല്ലെങ്കിൽ മറ്റു ശൈത്താന്മാര്, അത് ജിന്നുകളിലുള്ള ശൈത്താനാണെങ്കിലും വേണ്ടില്ല, മനുഷ്യരിലുള്ള ശൈത്താന്മാരായാലും വേണ്ടില്ല. മനുഷ്യരിൽ ഇഷ്ടം പോലെ ശൈത്താന്മാരുണ്ട്, വെള്ളിയും ഇട്ടിട്ട് തലയിലും കെട്ടിയിട്ട്. അത്തരത്തിലുള്ള ശൈത്താന്മാരുടെ അടുത്തു നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ടിട്ട് നമ്മൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അത് കറക്റ്റായിട്ട് കൊണ്ടു നടക്കുകയും അള്ളാഹുവിനെ മാത്രം ഭരമർപ്പിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന് മാത്രം നേർച്ച വഴിപാടുകൾ ഒക്കെ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ അധ്യാപനത്തിലൂടെ ജീവിക്കുന്ന ആളുകള് അവര് ഏത് ജിന്നിനെയും അതിജയിക്കുവാൻ പ്രാപ്തരായിരിക്കും. ഉമർ റളിയല്ലാഹുവിനെ കാണുമ്പോൾ ഷെയ്ത്താൻ ഓടിയകലുമായിരുന്നു എന്ന് കേട്ടിട്ടില്ലേ? അപ്പോ മുഅ്മിനീങ്ങളുടെ ഇടയ്ക്ക് ഓലിക്ക് ഒന്നും ചെയ്യാനില്ല, മനസ്സിൽ ദുർബോധനം ചെയ്യും. ആ ദുർബോധനം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അതിജയിക്കണം. തെറ്റിലേക്ക് നയിക്കുമ്പോൾ നമ്മള് വലിയൊരു തെറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിൽ തോന്നലുണ്ടാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മനസ്സിലിരുന്നു കൊണ്ട് ആ ശൈത്താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ നമ്മൾ അതിജയിക്കുക, അവനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ കുഞ്ഞിരാമൻ കളി അത് ജിന്നിന്റെ കളിയല്ല, ശൈത്താന്റെ കളിയല്ല. അത് അവനവന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയ പിഴച്ച അന്ധവിശ്വാസത്തിന്റെ, വെറും അന്ധവിശ്വാസമല്ല, പിഴച്ച അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിന്റെ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.